വർഷങ്ങൾ പോയി. ക്ഷമ ഇല്ലാത്തത് കൊണ്ടാണ് ജയിലിലായത്. ജയിലിലായതുകൊണ്ട് ക്ഷമ എന്താണല്ലോ പഠിച്ചു. ഇപ്പൊ ഇനി ക്ഷമ എന്തിനും ഏതിനും ക്ഷമിച്ച് ഏറ്റവും വലിയൊരു പാഠം ക്ഷമ തന്നെയായിരുന്നു. സ്നേഹം കൊണ്ട് നിങ്ങളോട് പറയാണ്, നിങ്ങൾ പോകുന്നതിന് മുമ്പുണ്ടായിരുന്ന ആ ഒരു കേരളമല്ല ഇപ്പോൾ ഉള്ളത്. ഇപ്പം നിങ്ങളെ നെഞ്ചിലേറ്റുന്ന, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന, നിങ്ങളുടെ കൂടെ സെൽഫി എടുക്കുന്നവരൊക്കെ നാളെ നിങ്ങളുടെ വായിൽ നിന്ന് ഒരു വാക്ക് പിഴ വന്നു കഴിഞ്ഞാൽ അതെടുത്ത് ആഘോഷിക്കാനുള്ളവരാന്നുള്ളത് നിങ്ങൾ മറക്കരുത്. ഇപ്പം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവർ ചവിട്ടിത്താഴ്ത്താനും ഇത് ഈ ആളുകൾ മതി. പണ്ടത്തെ കേരളമല്ല, 20 വർഷം കഴിഞ്ഞു. ആ 4 ചുമരിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് ഇന്നത്തെ കേരളത്തെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടാവില്ല. പക്ഷേ ഇന്നത്തെ മനുഷ്യനെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് നിങ്ങളുടെ ഒരു തോൽവിയായിരിക്കും. ആ പഴയ ഒരു മനുഷ്യനായിട്ട് നിങ്ങൾ മാറല്ലേ. ഇപ്പോൾ നിങ്ങളിത് മനസ്സിലാക്കണം, അല്ലെങ്കിൽ അറിവുള്ളവരൊന്ന് പറഞ്ഞു കൊടുക്കണം. ഇതേപോലെ ഒരുപാട് കേരളക്കാർ പൊക്കിയെടുത്തവരൊക്കെ നിലത്തടിച്ചിട്ടേ ഉള്ളൂ, അതേ ചരിത്രമുള്ളൂ. അതിൽ നിങ്ങൾ പെട്ടുപോവാതിരിക്കാനുള്ള ആഗ്രഹം കൊണ്ട് പറയുന്നതാണ്. അയച്ചവർക്ക് അറിയാം, ദൈവത്തിനും അറിയാം. അവർക്കെല്ലാവർക്കും ദൈവം ആരോഗ്യം ദീർഘായുസ്സും അവരുടെ കുടുംബത്തിനും കൊടുക്കട്ടെ പ്രാർത്ഥിക്കുന്നു.